മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, എല്ലാവർക്കും 12 അപ്പോസ്തലന്മാരുടെ തിരുനാളിൻ്റെ ആശംസകൾ. അവൻ തനിക്ക് മുമ്പേ 12 പേരെ തിരഞ്ഞെടുത്തു. നഷ്ടപ്പെട്ടു പോയവരെ കണ്ടെത്തുവാനും, രോഗികളെ സുഖപ്പെടുത്തുവാനും, മരിച്ചവർക്ക് ജീവൻ നൽകുവാനും, കുഷ്ഠരോഗികൾക്ക് സൗഖ്യം നൽകുവാനും, പിശാചുക്കളെ ബഹിഷ്കരിക്കുവാനുമാണ് അവിടുന്ന് അവരെ തിരഞ്ഞെടുത്തത്. സ്നേഹം നിറഞ്ഞവരെ, ഓരോ അപ്പോസ്തലന്മാരും ക്രിസ്തുവിൻ്റെ ദൗത്യം കൈയാളുന്നവരാണ്. സുവിശേഷം പ്രസംഗിക്കുക, വിശുദ്ധീകരിക്കുക, ജീവൻ നൽകുക, ശുദ്ധീകരിക്കുക, പിശാചുക്കളെ ബഹിഷ്കരിക്കുക. മാമോദിസ സ്വീകരിച്ച എല്ലാവരും ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരാണ്. ഈ ക്രിസ്തുവിൻ്റെ ദൗത്യത്തിലേക്കാണ് നാം വിളിക്കപ്പെടുന്നത്. ക്രിസ്ത്യാനികൾ, ക്രിസ്തുവിൻ്റെ അനുയായികൾ, അവർ ക്രിസ്തുവിൻ്റെ ഈ ദൗത്യം പൂർത്തീകരിക്കേണ്ടവരാണ്. ഇന്നത്തെ സുവിശേഷം നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് നമുക്ക് നൽകിയ ശ്ലൈഹിക പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാനാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹം ഈ ലോകത്തിന് നൽകുവാനാണ്. ക്രിസ്തുവിൻ്റെ ശുദ്ധീകരണം ഈ ലോകത്തിന് നൽകുവാനാണ്. മുറിയപ്പെട്ട ഈ ലോകത്ത് ക്രിസ്തുവിൻ്റെ സൗഖ്യം നൽകുവാൻ, അശുദ്ധമാക്കപ്പെട്ട ഈ ലോകത്ത് ക്രിസ്തുവിൻ്റെ ശുദ്ധീകരണം നൽകുവാൻ, പിശാചിനാൽ പീഡിപ്പിക്കപ്പെടുന്ന ഈ ലോകത്തിന് ദൈവത്തിൻ്റെ ശക്തിയാൽ അതിനെ ബഹിഷ്കരിക്കുവാൻ. സ്നേഹം നിറഞ്ഞവരെ, ഈ ദൗത്യത്തിലേക്ക് നമുക്ക് ഒന്നുചേരാം. പ്രാർത്ഥനയിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ, നമ്മുടെ സഹനങ്ങളിലൂടെ അപ്പോസ്തലന്മാരുടെ ഈ തിരുനാളിൽ നമുക്കും അപ്പോസ്തലരാകാം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ സുവിശേഷകരാകാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി 12 അപ്പോസ്തലന്മാരുടെ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.